കടിച്ച പാമ്പിനെ കൊണ്ടു തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഒരു ശൈലി ഇന്നേ വരെ കേൾക്കാത്തവരാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ അഭിമുഖം കൊടുത്താൽ അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നതാണ് എന്നൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേ ശൈലിയിൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു ചർച്ചയിൽ ശബരിനാഥും രംഗത്തെത്തിയിട്ട് ഇതേ വാദം തന്നെ ഉന്നയിച്ചു. അതായത് നരേന്ദ്രമോദിയൊക്കെ സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങളാണ്, അനുകൂല ചാനലുകൾക്ക് ഈ അഭിമുഖമൊക്കെ കൊടുക്കാറുള്ളൂ എന്ന്. അതിന് ശക്തമായിട്ടുള്ളൊരു മറുപടിയാണ് സന്ദീപ് വാര്യർ കൊടുത്തിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായിട്ട് മാധ്യമ പ്രവർത്തകനെയും കൂട്ടിയിട്ട് അങ്ങ് കൊടുക്കുന്നുണ്ട്. അതിൽ അഭിലാഷൊക്കെ ചെല്ലുന്നതും സകല ആളുകൾക്കും കേൾക്കാം. നമുക്ക് സന്ദീപ് വാര്യർ കൊടുത്ത ശക്തമായിട്ടുള്ള മറുപടി ഒന്ന് കേൾക്കാം. അതിനു മുമ്പ് ശ്രീ ശബരിനാഥ് ഇവിടെ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളെ വാസ്തവത്തിൽ അഭിലാഷ് എതിർക്കേണ്ടതായിരുന്നു. ശബരി പറഞ്ഞ എന്താണ്? നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തെന്ന് പറഞ്ഞു. അഭിലാഷ് മൗനത്തിലായിരുന്നു. എന്തേ അഭിലാഷ് പറയാതിരുന്നത്? മാതൃഭൂമിക്ക് കിട്ടിയില്ലേ അഭിമുഖം? മാതൃഭൂമി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നത് കൊണ്ടാണോ അഭിമുഖം കിട്ടിയത്? അല്ലെങ്കിൽ മാതൃഭൂമി പറയണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുൻകൂട്ടി. അല്ല ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷേ, ഞാൻ പറഞ്ഞോട്ടെ, എന്നെ തടസ്സപ്പെടുത്തരുത് പ്ലീസ്. അവിടെ ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുന്ന അഭിമുഖങ്ങൾ മുഴുവൻ വളരെ ആസൂത്രിതമായിട്ടുള്ള, കെട്ടിച്ചമച്ചിട്ടുള്ള, മറുചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്ത, അജണ്ട വെച്ചിട്ടുള്ള, തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മാത്രം അഭിമുഖങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശബരിനാഥ് മാതൃഭൂമിയുടെ ഫ്ലോറിലിരുന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തയാൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരു തരത്തിലും നരേന്ദ്രമോദി അഭിമുഖത്തിൽ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള ആർജവം കാണിക്കണം. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല എന്ന് മാതൃഭൂമി പറയണം ഈ ചർച്ചയിൽ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇല്ല, ഏതാ ശരി ഒന്ന് പറയേ അഭിലാഷ്. അല്ല, അപ്പോ മാതൃഭൂമി ഈ ശബരിനാഥ് പറഞ്ഞ ശരിയാണോ തെറ്റാണോ ബോധ്യപ്പെടുമല്ലോ. അല്ല, എന്തായാലും ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചു, അതിന്റെ ഉത്തരം അല്ലല്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം സ്റ്റേജിലായിരുന്നോ? അല്ല, സ്റ്റേജിലൊന്നും ആയിരുന്നില്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ സ്റ്റേജിലായിരുന്നോ? അല്ല, ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം, രണ്ടാമത്തെ ദിവസം ഇന്റർവ്യൂ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക ഏത് ദിവസം തടസ്സം ഉണ്ടായിരുന്നോ? തടസ്സം ഒരു ഇന്റർവ്യൂ സ്വാഭാവികമായും എങ്ങനെയാണോ? അല്ല, ഞാൻ മോദിയുടെ കാര്യം പറയുന്നത്. ഞാൻ ഗാർഗയുടെ അഭിമുഖം സംബന്ധിച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു. ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു. അല്ല അഭിലാഷ് പ്ലീസ്, ശബരിനാഥ് എന്താ പറഞ്ഞത്? അല്ല, അത് തെറ്റാണെങ്കിൽ അങ്ങ് പറയൂ. കാരണം അങ്ങാണല്ലോ എന്നെക്കാൾ ഇത് പറയാൻ യോഗ്യൻ, അങ്ങാണല്ലോ, അങ്ങയുടെ സ്ഥാപനമാണല്ലോ ഇന്റർവ്യൂ നടത്തിയത്, അങ്ങ് പറയൂ. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഇന്ത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട അഭിലാഷ് തന്നെ വളരെ വ്യക്തമായിട്ട് അങ്ങ് സമ്മതിക്കുകയാണ്, ഒരു ഇന്റർവ്യൂവും സ്ക്രിപ്റ്റഡ് അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് സന്ദീപ് വാര്യർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? സാധാരണ ഇന്റർവ്യൂ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് മാതൃഭൂമിയിലെ അവതാരകൻ അഭിലാഷ് തന്നെ അങ്ങ് സമ്മതിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട അവതാരകൻ തന്നെ രംഗത്ത് വന്നിട്ട് മോദിയുടെ ഓരോ ഇന്റർവ്യൂകളും എങ്ങനെയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. ശബരിനാഥിന് പോലും ഒരു ഉത്തരവുമില്ലാതെയാണ് ആ ചർച്ചയിൽ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ഓരോ ഇന്റർവ്യൂകളിലും ആ ചോദ്യം ചോദിക്കാൻ വരുന്നത് ആരാണോ അവർക്കിഷ്ടമുള്ളതുപോലെയാണ് ചോദിക്കാറുള്ളത്. ഒരു സ്ക്രിപ്റ്റഡും അല്ല എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട അവതാരകൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും കേരളത്തിലെ ഇടതു വലത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മോദി വരുന്നില്ല, മോദിയോട് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല, മോദിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റൂ, ഇത്തരം വാദങ്ങളൊക്കെ ആയിട്ട് ഇനിയെങ്കിലും ഈ തീവ്ര ചിന്താഗതിക്കാര് ഇടത് വലത് കേന്ദ്രങ്ങളൊക്കെ വരാതിരിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഇത്തരം ആളുകളൊക്കെ തന്നെ കാണിക്കുക. സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട്
മാധ്യമ പ്രവർത്തകനെ കൊണ്ടു തന്നെ നരേന്ദ്രമോദി എന്താണ് എന്ന് കേരള പൊതുസമൂഹത്തിലേക്ക് വ്യക്തമാക്കിക്കൊണ്ട് എത്തിച്ചിരിക്കുന്നു.